പ്രധാന വാർത്തകൾ. ദുബായിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണു. ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലെ ഒറാക്കിൾ ഓഫീസ് കെട്ടിടത്തിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണതായി അധികൃതർ അറിയിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മിസൈൽ തകർത്തതിനെ തുടർന്നാണ് അവശിഷ്ടങ്ങൾ പതിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ലെന്ന് ദുബായ് മീഡിയ ഓഫീസ് വ്യക്തമാക്കി. IPL-ൽ പകരക്കാരനാകണം. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ഉപേക്ഷിച്ച സിംബാബ്വെ താരം ഉടൻ ഇന്ത്യയിലെത്തും. കൊൽക്കത്ത. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ക്രിക്കറ്റ് ഉപേക്ഷിച്ച് സിംബാബ്വെ പേസ് ബോളർ ബ്ലസ്സിംഗ് മുസറബനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ. ഇക്കഴിഞ്ഞ T20 ലോകകപ്പിൽ 13 വിക്കറ്റ് നേടി മികച്ച പ്രകടനം നടത്തിയ 6 അടി 8 ഇഞ്ച് പൊക്കക്കാരൻ വലങ്കൈ പേസറെ ടീമിലെടുത്തതായി കൊൽക്കത്ത സ്ഥിരീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിൽ. മുഖ്യമന്ത്രി ധർമ്മടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കെ പ്രവർത്തകർ ആവേശമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിൽ. ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് 4 മണിക്ക് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലെ NDA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരികെ തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വിമർശിച്ച് V ശിവൻകുട്ടിയും K മുരളീധരനും. ആത്മവിശ്വാസത്തിൽ രാജീവ് ചന്ദ്രശേഖർ. BJP A ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കുന്ന 2 ഇടങ്ങളാണ് നേമവും വട്ടിയൂർക്കാവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എല്ലാ കണ്ണുകളും ഈ മണ്ഡലങ്ങളിലേക്കാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ BJPക്ക് കഴിയില്ലെന്ന് നേമത്തെ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി പറയുന്നു. ഇതുവരെ പ്രഖ്യാപിച്ചതൊന്നും നടപ്പാക്കാത്ത പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിട്ട് ഒരു കാര്യവുമില്ലെന്ന് വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരനും പ്രതികരിച്ചു. KC വേണുഗോപാൽ MPക്കെതിരെ വ്യാജ പ്രചരണമെന്ന് പരാതി. കൈരളി ന്യൂസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും പരാതി നൽകി കോൺഗ്രസ്. തിരുവനന്തപുരം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ വ്യാജ ചിത്രം പ്രചരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും പരാതി നൽകി കോൺഗ്രസ്. AICC നിയമ വിഭാഗം ചെയർമാൻ ഡോക്ടർ അഭിഷേക് സിംഗ്വിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പണം കൈപ്പറ്റുന്നതെന്ന് തോന്നിപ്പിക്കും വിധം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ എഡിറ്റ് ചെയ്ത ചിത്രം കൈരളി ന്യൂസ് പ്രചരിപ്പിച്ചുവെന്നും ചിത്രത്തിനു മുകളിൽ പച്ച നിറത്തിലുള്ള വട്ടം ബോധപൂർവം ചേർത്തുവെന്നും പരാതികളിൽ പറയുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.